ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടതിന് ശേഷം അവസാനം നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഉണ്ടായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നൈബേഴ്സിൻ്റെ വീട്ടിലേക്കായിരിക്കാം, ഫാമിലിയിലുള്ള ആരെങ്കിലും വീട്ടിലേക്കായിരിക്കാം. നമ്മൾ പോകുന്ന സമയത്ത് സ്ഥിരമായി സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി സ്കൂളിൽ പോയില്ല. ആ സമയത്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുള്ളത് എന്താണ്? ഇവൻ ഇന്ന് സ്കൂളിൽ പോയില്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? ഇവൻ ഇന്ന് സ്കൂളിൽ പോയില്ലേ എങ്ങനെ ചോദിക്കുക? അതായത് ഇവിടെ സബ്ജക്റ്റ് അവനാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Didn't he go to school today? Didn't he go to school today? ഇവൻ ഇന്ന് സ്കൂളിൽ പോയില്ലേ? നമ്മൾ നേരിട്ട് അവനെ തൊട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവൻ ഇന്ന് സ്കൂളിൽ പോയില്ലേ എന്നുള്ളത് അല്ലേ? അപ്പോൾ didn't he go to school today? നെക്സ്റ്റ്, ഇവൻ എന്തുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല അല്ലേ? ഇവൻ എന്തുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല? പല കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇവൻ എന്തുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല എന്നെങ്ങനെ ചോദിക്കുക? Why didn't he go to school today? Why didn't അല്ലേ? did not എന്ന് വേണം, കാരണം എന്തുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല എന്നാണ് ചോദിക്കുന്നത്. നെഗറ്റീവ് തന്നെയാണ്. സോ why didn't he go to school today? ഓക്കെ. നെക്സ്റ്റ്, അവന് പനിയാണോ എന്നിങ്ങനെ ചോദിക്കുക. അതായത് അവന് പനിയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം എങ്ങനെ ചോദിക്കും? ഇവിടെ സബ്ജക്റ്റ് അവൻ എന്നാണ്, സോ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഡസ് ഹി ഹാവ് എ ഫീവർ? ഡസ് ഹി ഹാവ് എ ഫീവർ? അപ്പോൾ അവന് പനിയുണ്ടോ അല്ലെങ്കിൽ അവന് പനിയാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡസ് ഹി ഹാവ് എ ഫീവർ? ഡസ് ഹി ഹാവ് എ ഫീവർ ഇവിടെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡസ് ആണ്. ഡസ് ഹി ഹാവ് എ ഫീവർ? ഓക്കെ. നെക്സ്റ്റ്, അതെ അവന് പനിയാണ്, അവന് ഹോസ്പിറ്റലിൽ കാണിച്ചു എന്ന് പറയാറുണ്ടല്ലോ. അതെ അവന് പനിയാണ്, അവന് ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇത് നമ്മൾ പറയാറുള്ളതല്ലേ? എങ്ങനെ പറയാം? അതെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എസ് ആണ് അല്ലേ? എസ് അവന് പനിയാണ് അല്ലെങ്കിൽ അവന് പനിയുണ്ട് എന്നാണ് പറയുന്നത്. എസ് ഹി ഹാസ് എ ഫീവർ അല്ലേ? അവന് പനിയുണ്ട്. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുക. അപ്പം എസ് ഹി ഹാസ് എ ഫീവർ, അവന് പനിയുണ്ട്, അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചു എന്നെങ്ങനെ പറയാം? ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. അതായത് എസ് ഹി ഹാസ് എ ഫീവർ, ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. ഇവിടെ വാസ് കഴിഞ്ഞ് ടേക്കൺ എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? അതായത് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസ് കഴിഞ്ഞതിന് ശേഷം ടേക്കൺ യൂസ് ചെയ്തത് എന്താണ്? ഈ ടേക്കൺ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ എസ് അതെ അവന് പനിയുണ്ട്, ഹി ഹാസ് എ ഫീവർ, ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. ഓക്കെ. നെക്സ്റ്റ്, ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടായിരുന്നു എപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണല്ലേ? ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവുകയാണെങ്കിൽ KCB നല്ല തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ പല സിറ്റുവേഷനിലും നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പറയാറുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഇറ്റ് വാസ് എ വെരി ക്രൗഡഡ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഇറ്റ് വാസ് എ വെരി ക്രൗഡഡ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ. നെക്സ്റ്റ്, നിനക്ക് പനി ഉള്ളത് കൊണ്ടാണോ നീ ഇന്ന് ലീവ് എടുത്തത് അല്ലേ? ഓഫീസിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, ഇനി വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. നിനക്ക് പനി ഉള്ളത് കൊണ്ടാണോ നീ ഇന്ന് ലീവ് എടുത്തത് എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് യു ടേക്ക് ലീവ് ടുഡേ? ഡിഡ് യു ടേക്ക് ലീവ് ടുഡേ? നീ ഇന്ന് ലീവ് എടുത്തത് because you have a fever. Did you take leave today because you have a fever? നീ പനി ഉള്ളത് കൊണ്ടാണോ ഇന്ന് ലീവ് എടുത്തത് എന്ന് നമുക്കൊരാളോട് ചോദിക്കണമെങ്കിൽ ഡിഡ് യു ടേക്ക് ലീവ് ടുഡേ ബിക്കോസ് യു ഹാവ് എ ഫീവർ? ഓക്കെ. നെക്സ്റ്റ്, എനിക്ക് 2 ആഴ്ചയായി പനി തുടങ്ങിയിട്ട് ഇതുവരെ മാറിയിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ സുഖപ്പെട്ടിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് 2 ആഴ്ചയായി പനി തുടങ്ങിയിട്ട് ഇതുവരെ സുഖപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ മാറിയിട്ടില്ല. നമ്മൾ പച്ച മലയാളത്തിൽ പറയാറുള്ളതാണ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു കാലാവസ്ഥയിലൊക്കെ എല്ലാവർക്കും പനിയുള്ള സമയമാണ് അല്ലേ? അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് 2 ആഴ്ചയായി പനി തുടങ്ങിയിട്ട് ഇതുവരെ
മാറിയിട്ടില്ല. എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ഹാഡ് എ ഫീവർ. ഇവിടെ ഹാവ് ഉണ്ട് ഹാഡ് ഉണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് പനി തുടങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഹാവ് എന്ന് പറയുന്നത് ഉണ്ടെന്ന് പറയാൻ, ഹാഡ് എന്ന് പറയുന്നത് നമ്മുടെ വെർബാണ്. നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ഹാവ് ഹാഡ് എന്ന് യൂസ് ചെയ്യും. അതുപോലെയുള്ള ഒരു വെർബാണ്. അപ്പം ഐ ഹാവ് ഹാഡ് എ ഫീവർ ഫോർ 2 weeks. എനിക്ക് 2 ആഴ്ചയായി പനി തുടങ്ങിയിട്ട്. ആൻഡ് ഇറ്റ് സ്റ്റിൽ ഹാസിൻറ്റ് ഗോൺ അവേ. ഹാസിൻറ്റ് ഗോൺ അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും സുഖപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മാറിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാസിൻറ്റ് ഗോൺ അവേ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഹാവ് ഹാഡ് എ ഫീവർ ഫോർ 2 weeks ആൻഡ് ഇറ്റ് സ്റ്റിൽ ഹാസിൻറ്റ് ഗോൺ അവേ. ഓക്കെ, നെക്സ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം, എൻ്റെ പനി ഇതുവരെ മാറിയിട്ടില്ല എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയണമെങ്കിൽ മൈ ഫീവർ ഹാസിൻറ്റ് ഗോൺ എറ്റ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. സിമ്പിളായി പറയാൻ വേണ്ടിയിട്ട് മൈ ഫീവർ ഹാസിൻറ്റ് ഗോൺ എറ്റ്, എൻ്റെ പനി ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. അവൻ എത്ര ദിവസമായി സ്കൂളിൽ പോയിട്ട്? ഇപ്പോൾ 2 ആഴ്ചയോ 1 മാസമോ ഒക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പറയാറുണ്ട് അവൻ എത്ര ദിവസമായി സ്കൂളിൽ പോയിട്ട് എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാം? എത്ര ദിവസം, എത്ര മാസം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹൗ മെനി ഡേയ്സ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് he went to school. How many days has it been since he went to school? അവൻ എത്ര ദിവസമായി സ്കൂളിൽ പോയിട്ട്? ഓക്കെ, നെക്സ്റ്റ്. അവൻ ഇന്നലെയും ലീവായിരുന്നു. അവന് ഇന്ന് ലീവാണ്, ഇന്നലെയും ലീവായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. അവൻ ഇന്നലെയും ലീവായിരുന്നു. ഇതെങ്ങനെ പറയാ? He was on leave yesterday as well. ഈ ആസ് വെൽ എന്തിനാ യൂസ് ചെയ്തത്? ഇന്നലെയും എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പം നമ്മളവിടെ ടു എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ഈ ആസ് വെൽ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഹി വാസ് ഓൺ ലീവ് യെസ്റ്റർഡേ ആസ് വെൽ. ഹി വാസ് ഓൺ ലീവ് യെസ്റ്റർഡേ ആസ് വെൽ. അവൻ ഇന്നലെയും ലീവായിരുന്നു. നെക്സ്റ്റ്. അവൻ ഇന്നലെ മഴയത്താണ് കളിച്ചത്. അവൻ ഇന്നലെ മഴയത്താണ് കളിച്ചത്. ഇന്നലത്തെ കാര്യമാണ്. എങ്ങനെ പറയാ? He was playing in the rain yesterday. He was playing in the rain yesterday. അവൻ ഇന്നലെ മഴയത്താണ് കളിച്ചത്. നെക്സ്റ്റ്. നിനക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത്? നിനക്ക് ഏത് വാച്ചാണ് ഇഷ്ടപ്പെട്ടത്? നിനക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടത്? ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നിനക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത് എന്നെങ്ങനെ ചോദിക്കും? ഒരു ഷോപ്പിൽ പോയാൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിനക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത്? വിച്ച് ഡ്രസ് ഡിഡ് യു ലൈക്ക്? സിമ്പിളാണ്. വിച്ച് ഡ്രസ്, ഏത് ഡ്രസ്സാണ് ഡിഡ് യു ലൈക്ക്, ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോഴേ നമ്മളിവിടെ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. വിച്ച് ഡ്രസ് ഡിഡ് യു ലൈക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് ഏത് പുസ്തകമാണ് വേണ്ടത്, നിനക്ക് ഏത് പുസ്തകമാണ് വേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് ഏത് പുസ്തകമാണ് ആവശ്യം എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഇതെങ്ങനെ ചോദിക്കുക? വിച്ച് ബുക്ക് ഡു യു വാണ്ട്? വിച്ച് ബുക്ക് ഡു യു വാണ്ട്? ഏത് ബുക്കാണ് നിനക്ക് ആവശ്യം, അല്ലെങ്കിൽ ഏത് ബുക്കാണ് നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിച്ച് ബുക്കിൽ ഏത് ബുക്ക് ഡു യു വാണ്ട്. ഇനി നമുക്ക് വാണ്ടിന് പകരം എന്തു യൂസ് ചെയ്യാം? വിച്ച് ബുക്ക് വുഡ് യു ലൈക്ക്, വിച്ച് ബുക്ക് വുഡ് യു ലൈക്ക്. വുഡ് യു ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേണ്ടത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആവശ്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വുഡ് യു ലൈക്ക് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോണ്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വുഡ് യു ലൈക്ക് യൂസ് ചെയ്ത് പറയാം കേട്ടോ. വിച്ച് ബുക്ക് വുഡ് യു ലൈക്ക് എന്നും ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ്. നിനക്ക് എവിടെയാണ് പോകേണ്ടത്? അല്ലേ, പോകേണ്ടത്, ചെയ്യേണ്ടത്, പറയേണ്ടത്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്ത് ചോദിക്കാം. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ പറയാം, നിനക്ക് എവിടെയാണ് പോകേണ്ടത്? വേർ ആർ യു സപ്പോസ്ഡ് ടു ഗോ? വേർ ആർ യു സപ്പോസ്ഡ് ടു ഗോ? ഈ സപ്പോസ് എന്ന് പറയുന്നതും നമുക്ക് ഷുഡിന് പകരമായി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കേട്ടോ. വേർ ആർ യു സപ്പോസ്ഡ് ടു ഗോ? നിനക്ക് എവിടെയാണ് പോകേണ്ടത്? വേണമെങ്കിൽ നമുക്കിത് ഷുഡ് യൂസ് ചെയ്ത് ചോദിക്കാം. വേർ ഷുഡ് യു ഗോ? വേർ ഷുഡ് യു ഗോ? സിമ്പിളായിട്ട് അങ്ങനെയും ചോദിക്കാം. നിനക്ക് എവിടെയാണ് പോകേണ്ടത്? നെക്സ്റ്റ്, നീ ഈ പുസ്തകം വായിക്കാറുണ്ടോ? നീ ഈ പുസ്തകം വായിക്കാറുണ്ടോ? ഇപ്പോൾ ലൈബ്രറിയിലൊക്കെ ചെന്നിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, നീ ഈ പുസ്തകം വായിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കുക? ഡു യു റീഡ് ദിസ് ബുക്ക്? ഡു യു റീഡ് ദിസ് ബുക്ക്? നീ പുസ്തകം വായിക്കാറുണ്ടോ? ഇവിടെ യൂഷ്വലി യൂസ് ചെയ്ത് പറയാം. ഡു യു യൂഷ്വലി റീഡ് ദിസ് ബുക്ക് എന്ന് വേണമെങ്കിലും ചോദിക്കാം. നീ ഈ പുസ്തകം വായിച്ചില്ലേ? നീ പുസ്തകം വായിച്ചില്ലേ? ഇപ്പം നമ്മൾ ഒരു പുസ്തകം നമ്മളെ മക്കൾക്കോ ആർക്കെങ്കിലും വായിക്കാൻ വേണ്ടി കൊടുത്തു, നമ്മൾ ചോദിക്കാറുണ്ട് നീ ഈ പുസ്തകം വായിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡിൻ യു റീഡ് ദിസ് ബുക്ക്?
ഡിഡിൻ യു റീഡ് ദിസ് ബുക്ക്? നീ പുസ്തകം വായിച്ചില്ലേ? ഇത് നമുക്ക് ഹാവ് യൂസ് ചെയ്തും ചോദിക്കാം കേട്ടോ. ഹാവിൻറ്റ് യു റെഡ് ദിസ് ബുക്ക്? ഹാവിൻറ്റ് യു റെഡ് ദിസ് ബുക്ക്? നീ പുസ്തകം വായിച്ചില്ല. റീഡ് എന്തായി മാറും? റെഡ് എന്നായി മാറും. പക്ഷെ സ്പെല്ലിങ്ങിൽ വ്യത്യാസമില്ല. എനിക്ക് ഈ പുസ്തകം വായിക്കണം, അതെൻ്റെ ഒരു ആവശ്യമാണ്, ആഗ്രഹമാണ്. എനിക്ക് ഈ പുസ്തകം വായിക്കണം. ഐ ഹാവ് ടു പറയാം, ഐ നീഡ് ടു പറയാം, ഐ വോണ്ട് ടു പറയാം. ഐ വോണ്ട് ടു റീഡ് ദിസ് ബുക്ക്. ഐ വോണ്ട് ടു റീഡ് ദിസ് ബുക്ക്. എനിക്ക് പുസ്തകം വായിക്കണം. ഐ ഹാവ് ടു റീഡ് ദിസ് ബുക്ക്. എനിക്ക് പുസ്തകം വായിക്കണം. ഐ നീഡ് ടു റീഡ് ദിസ് ബുക്ക്. എനിക്ക് പുസ്തകം വായിക്കണം. ഹാവ് ടു, നീഡ് ടു, വോണ്ട് ടു യൂസ് ചെയ്തിട്ട് ഈ ഒരു സെൻറ്റൻസ് പറയട്ടെ. എനിക്ക് പുസ്തകം വായിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. അത് ആഗ്രഹമാണെങ്കിൽ നമുക്കത് വോണ്ട് ടു യൂസ് ചെയ്യാം. അതല്ല അത്യാവശ്യമായിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ നീഡ് ടു യൂസ് ചെയ്യാം. ഇനി അത് നിർബന്ധിത ഘട്ടമാണെങ്കിൽ നമുക്ക് ഹാവ് ടു യൂസ് ചെയ്യാം. ഇനി ഈ ഘട്ടങ്ങളൊന്നും അല്ല, നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതാണോ നമ്മുടെ വായിൽ വരുന്നൊരു വേർഡ്, ഹാവ് ടു ആണോ ഹാവ് ടു യൂസ് ചെയ്യാം, നീഡ് ടു ആണോ നീഡ് ടു യൂസ് ചെയ്യാം, വാണ്ട് ടു ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഐ വോണ്ട് ടു റീഡ് ദിസ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും, യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കുള്ളൊരു സെൻറ്റൻസ് ആണ്, അവൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അവൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവൾ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക? നീ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, അതുപോലെ തന്നെ അവൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.